ആർക്കാണ് അവസരങ്ങൾ നഷ്ടമാകുന്നത്? അവസരങ്ങൾ നഷ്ടമാകുന്നത് ഈ നാട്ടിൽ ഇല്ലാത്ത കാശുണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾക്കാണ്. 10-12 മണിക്കൂർ ഇരുന്ന് പഠിച്ച് ഒരു പ്രതീക്ഷയും ഒരു വിശ്വാസത്തിന്റെ മുകളിൽ മാത്രം 10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ്. ഈ നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ആ ചുമതലയിൽ നിന്ന് നീക്കുന്നതുവരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഒരു സാധാരണ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമരത്തിന് വേണ്ടിയല്ല. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 2015 ശേഷം ഇന്ത്യയിൽ 90കളിലധികം പരീക്ഷകളാണ് ലീക്കായിട്ടുള്ളത്. അതായത് ഈ പരീക്ഷകളിൽ ആർക്കാണോ കിട്ടിയത്, അത് റിക്രൂട്ട്മെന്റ് പരീക്ഷ ആയിക്കോട്ടെ, ജോലി കിട്ടാനുള്ള അവസരത്തിനുള്ള പരീക്ഷ ആയിക്കോട്ടെ, എൻട്രൻസിനുള്ള പരീക്ഷ ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ JEE എൻട്രൻസ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, CTET ആയിക്കോട്ടെ, UGC നെറ്റ് ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, ഈ പരീക്ഷകളെല്ലാം നിരന്തരമായി ചോർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2015 നീറ്റിൽ ചോർച്ചയായിരുന്നു, ലീക്കായിരുന്നു. 2016 വീണ്ടും നീറ്റ് ലീക്കായിരുന്നു. അപ്പോൾ സർക്കാർ കൊണ്ടുവന്നതാണ് NTA അല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞൊരു ഏജൻസി. ആ ഏജൻസി ഒരു രജിസ്ട്രേഷൻ സൊസൈറ്റീസ് ആക്ടിന്റെ അകത്ത് ഒരു സൊസൈറ്റി ആയിട്ട് മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണ്. അതായത് നിയമപരമായ സാധ്യതയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. ആ ഏജൻസി ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടാണ് ഇന്ന് എല്ലാ പരീക്ഷകളും നടത്തുന്നത്. NTA വന്നതിന് ശേഷം 2019 പരീക്ഷകളിൽ നീറ്റിന്റെയും JEEയുടെയും പരീക്ഷകൾ ഏറ്റെടുക്കാൻ NTA എടുക്കുന്നത്. അതിനുശേഷം 2021 നീറ്റ് ലീക്കായി, 2024 നീറ്റ് ലീക്കായി, 2025 നീറ്റ് ലീക്കായി, 2026 നീറ്റ് ലീക്കായി. അതായത് കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി നീറ്റ് ലീക്കായി. 2021 CTET ലീക്കായി, 2021 ഇന്ത്യൻ ആർമിയുടെ പരീക്ഷ ലീക്കായി, 2021 RRB പരീക്ഷ ലീക്കായി, 2021 OGC CSIR നെറ്റ് ലീക്കായി, UGC നെറ്റ് ലീക്കായി. ഇതിങ്ങനെ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പലപ്പോഴും തോന്നും എവിടെയോ ആർക്കെയോ നടക്കുന്ന ഒരു കാര്യങ്ങളായിട്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ ആയിട്ട് ചിലപ്പോൾ അവിടെ ലീക്കായിരുന്നു. ഈ വർഷം നടന്ന പേപ്പറുകളിൽ ഒരു നീറ്റിന്റെ പേപ്പർ പോയത് 30 ലക്ഷം രൂപയ്ക്കാണ്. 30 ലക്ഷം രൂപ കൊടുത്താൽ ഒരു പരീക്ഷ പേപ്പർ ഇന്ന് കിട്ടും. അതിന്റെ പുറകിൽ പങ്കെടുക്കുന്ന ഒരു വലിയൊരു മാഫിയുണ്ട്. ഈ ലീക്ക് നടക്കുന്നത് ഒരിടത്തല്ല. ഈ ലീക്ക് നടക്കുന്നത് ഈ പരീക്ഷ സെറ്റ് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, ഇത് പ്രിന്റ് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നിടത്ത് നടക്കുന്നുണ്ട്, വെയർഹൗസിൽ നടക്കുന്നുണ്ട്, പരീക്ഷയുടെ അകത്ത് തന്നെ വരെ നടക്കുന്നുണ്ട്. ഈ പേപ്പറിന്റെ ലീക്ക് കിട്ടിയിട്ടും എന്നാലും ഈ 150 ക്വസ്റ്റ്യനുകൾ പഠിക്കണമല്ലോ, അതിനും പോലും പറ്റാതെ സോൾവർ ഗ്യാങ്ങുകൾ അതിനുവേണ്ടി തന്നെ ആൾക്കാരെ കാശ് വെച്ച് പരീക്ഷ എഴുതിപ്പിച്ച് നീറ്റിന്റെ മാർക്കുകൾ മേടിക്കുന്ന കുട്ടികളുണ്ട്. ഈ ലീക്ക് നടക്കുമ്പോഴും പലയിടത്തും ഇതിനൊരു അവസരമായി കയറി വരുമ്പോഴും ആർക്കാണ് അവസരങ്ങൾ നഷ്ടമാകുന്നത്? അവസരങ്ങൾ നഷ്ടമാകുന്നത് ഈ നാട്ടിൽ ഇല്ലാത്ത കാശുണ്ടാക്കി ആ കുട്ടികളെ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾക്കാണ്. 10-12 മണിക്കൂർ ഇരുന്ന് പഠിച്ച് ഒരു പ്രതീക്ഷയും ഒരു വിശ്വാസത്തിന്റെ മുകളിൽ മാത്രം 10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ്. ഈ കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട്, ഈ വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ കുട്ടികൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യവും പേപ്പർ ലീക്കായി എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരു കുട്ടി 2026 പരീക്ഷ എഴുതിയിട്ട് സ്വന്തം അച്ഛനമ്മയ്ക്ക് ഒരു കത്ത് എഴുതിയിരിക്കുകയാണ്. അതായത്, പ്രിയപ്പെട്ട അച്ഛ, പ്രിയപ്പെട്ട അമ്മേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിച്ച് ഡോക്ടർ ആവാൻ ശ്രമിച്ചു. ഈ പ്രാവശ്യത്തെ പരീക്ഷ നല്ലപോലെ പോയി. പക്ഷേ ഇനി ഒരു പരീക്ഷയും കൂടെ എഴുതാനുള്ള കഴിവ് അല്ലെങ്കിൽ ക്ഷമത അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സ് എനിക്കില്ല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുണ്ട്. ഈ വർഷം ഇന്ന് കേരളത്തിൽ തന്നെ ഒരു കുട്ടിയുണ്ട് ആത്മഹത്യ ചെയ്തത്. ഈ കുട്ടികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള എവിടെയോ ആരൊക്കെയോ ലീക്ക് ചെയ്യുന്നു, എവിടെയോ ആരൊക്കെയോ കാശ് മേടിക്കുന്നു. നഷ്ടപ്പെടുന്ന നമ്മുടെ കുട്ടികൾക്ക് അത് പരീക്ഷകളുടെ അവസരമായിക്കോട്ടെ, കോളേജിൽ പഠിക്കാനുള്ള അവസരമായിക്കോട്ടെ, ജോലികൾ മേടിക്കാനുള്ള അവസരമായിക്കോട്ടെ. ഈ ഒരു വ്യവസ്ഥക്കെതിരെ കഴിഞ്ഞ 5 വർഷമായി 2021 തൊട്ടുള്ള ലീക്കിന്റെ കണക്ക് പറഞ്ഞു. 2021 തൊട്ട് കേന്ദ്രത്തിൽ HRD മിനിസ്റ്ററായിരിക്കുന്ന ശ്രീ ധർമ്മേന്ദ്ര പ്രധാനാണ്. നമുക്കറിയാം, 1-2 പരീക്ഷ, ഒരു പരീക്ഷ ലീക്കായാൽ കൂടെ നമ്മൾ തെരുവിലിറങ്ങും. ആ മന്ത്രിയെ നമ്മൾ അനുവദിക്കില്ല മുന്നോട്ട് പോകാൻ. അതേസമയം കഴിഞ്ഞ 5 വർഷത്തിൽ 12ഓളം പരീക്ഷകൾ ലീക്കായ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നും മന്ത്രിയായി തന്നെ തുടരുകയാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയോട്, നിങ്ങൾക്ക് പ്രധാനാണോ പ്രധാനം, അതോ കുട്ടികളാണോ പ്രധാനമെന്നാണ്? കുട്ടികളുടെ ഭാവിയാണോ പ്രധാനമെന്നാണ്? അത് തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് പല രീതിയിലുള്ള ഡീലിംഗ്സ് ഉണ്ടാവും അദ്ദേഹമായിട്ട്.
പക്ഷെ ഈ ജനങ്ങളുടെ, ഈ കുട്ടികളുടെ ഭാവി വിറ്റുകൊണ്ട് ഒരു മന്ത്രിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എത്ര നേരം നീതികേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 90 മുകളിൽ വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 20-ൽ കുറയാതെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം മുഖ്യ കാരണം എന്ന് പറയുന്നത് അവരെല്ലാം തങ്ങളുടെ ജീവിതം സമർപ്പിച്ച വലിയ ലക്ഷ്യങ്ങളോടും പ്രതീക്ഷയോടും കൂടി അവർ എഴുതുന്ന പരീക്ഷകൾ, പ്രത്യേകിച്ച് നീറ്റ് പോലെയുള്ള, NDA പോലെയുള്ള, CTET പോലെയുള്ള പരീക്ഷകളെല്ലാം ചോർന്നുകൊണ്ട് അവരുടെ പ്രതീക്ഷകളെല്ലാം നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ രാജ്യത്തുള്ളത്. എന്നിട്ടും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അതിലൊരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാതെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിലൂടെ ഈ രാജ്യം മുന്നോട്ട് പോവുകയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് തങ്ങൾ മാതാപിതാക്കളുടെ എല്ലാം അധ്വാനം വലിയ രീതിയിൽ തങ്ങളുടെ മക്കൾ ഉയർന്ന രീതിയിലേക്ക് വളർന്നു വരണമെന്ന പ്രതീക്ഷകളുമായി അവരെല്ലാം മുടക്കുന്ന അവരുടെ പണം അല്ലെങ്കിൽ അവരുടെ അധ്വാനം അവർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്നതിന് എല്ലാം തമസ്കരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള കൊള്ള ലോബി നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ, BJP-കാരായിട്ടുള്ള നേതൃത്വത്തിൽ, RSS-കാരായിട്ടുള്ള എല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ നാട്ടിലെ വിശ്വാസ്യത പേപ്പറുകളുടെ, വിശ്വാസ്യത പരീക്ഷകളുടെ വിശ്വാസ്യതയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടുവന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമന്വിതനായിട്ടുള്ള നേതാവ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തിലെ യുവാക്കളോടും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടും പറയുന്നു, കോൺഗ്രസ് പാർട്ടി സ്റ്റാൻഡിംഗ് ഫോർ ദ സ്റ്റുഡൻസ്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ നിലനിന്നത് പോലെ തന്നെ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയിൽ നടന്ന വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞു, ഈ നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ആ ചുമതലയിൽ നിന്ന് നീക്കുന്നതുവരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയാണ്. രാജ്യത്തിന്റെ തെരുവുകളെ സമര കലുഷിതമാക്കിക്കൊണ്ട് NSCN യൂത്ത് കോൺഗ്രസും വലിയ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് ഇന്ന് ലോക് ഭവന്റെ മുന്നിലേക്ക് വലിയ വിദ്യാർത്ഥി യോജന പങ്കാളിത്തത്തോടുകൂടി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്, ഇതൊരു സമര പ്രഖ്യാപനം മാത്രമാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവണതകളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയാൽ അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ നമ്മുടെ പോരാട്ടങ്ങൾ അവസാനിക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടിയായി സമരം മാറുകയാണ്. ഇന്ന് ഇതുപോലെ ഒരു സമരം നടത്തുന്നതിന്റെ സാഹചര്യത്തെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും എനിക്ക് മുമ്പ് സംസാരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും ഒക്കെ സവിസ്തരം പറഞ്ഞു. ഈ രാജ്യം 2014 മുതൽ ഈ 2026 ആണ്ട് വരെ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഒന്നിനു പിറകെ ഒന്നായി എത്രയോ മരണങ്ങൾ ഈ രാജ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയോ സംഘപരിവാറോ ഒരക്ഷരം പറയുവാൻ ഇതുമായി ബന്ധപ്പെട്ട് നാളിതുവരെ തയ്യാറാകുന്നില്ല. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് ഞങ്ങൾ വിനയത്തോടുകൂടി ചോദിക്കുകയാണ്, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കുഴപ്പങ്ങളിൽ, നിരന്തരമായ ഈ പറയുന്ന എക്സാമുകളുമായി ബന്ധപ്പെട്ട കുഴപ്പങ്ങളിൽ ഏതെങ്കിലും ഒരു ഇസ്ലാം നാമധാരി ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്തെ ഗവൺമെന്റ് എത്തരത്തിലായിരിക്കുമായിരുന്നു ഇതിനെ കൊണ്ടുപോകുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എത്രയോ സംഭവങ്ങൾ ഉണ്ടായി ഈ രാജ്യത്ത്. നരേന്ദ്രമോദിയും സംഘപരിവാറും എത്രയോ തരത്തിൽ ഭരണകൂടത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ ഡിവൈഡ് ചെയ്യുവാൻ നോക്കിയിരിക്കുന്നു. പക്ഷെ ഈ രാജ്യത്ത് ഒരു ജൻസിയുടെ കാലഘട്ടമാണല്ലോ. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം നിരന്തരമായി ഈ രാജ്യത്തെ മാധ്യമങ്ങളോടും ജനങ്ങളോടും പറഞ്ഞത് ചെറുപ്പക്കാർക്ക് തൊഴിലെന്നാണ്, ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് എന്റെ സർക്കാർ എന്നാണ്. പക്ഷേ ഈ രാജ്യത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ നിരന്തരമായ മരണങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ഒന്നും രണ്ടുമല്ല എത്രയോ വിദ്യാർത്ഥി ഈ കേരളത്തിൽ പോലും മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ടോ അതുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം പറയുവാൻ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനോ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകുന്നില്ല. ഈ രാജ്യത്ത് മതവും ജാതിയും പറഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തുവാൻ നരേന്ദ്രമോദിയും സംഘപരിവാറും തീരുമാനിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ രാഹുൽ ഗാന്ധിയിലാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ എത്രയോ സംഭവങ്ങളിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യന്റെ 2 കരങ്ങളിലും പിടിച്ചത് ഈ രാജ്യം കണ്ടതാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ച ആളുകളുണ്ട്.
രാജ്യത്തെ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ മാധ്യമങ്ങളെന്ന് പറയുന്നില്ല, വിലക്കെടുത്ത മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസെയും നിരന്തരം വേട്ടയാടി. അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുവാൻ ആരും തയ്യാറായില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക്, ആരും കേൾക്കാത്ത ഇടങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മാത്രമാണ് ഈ വിഷയം ഉയർത്തി മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്, ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. കണ്ണൻ ഗോപിനാഥ് IASന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഈ സമര പ്രഖ്യാപന കൺവെൻഷൻ നടക്കുമ്പോൾ, പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഒരു തർക്കവുമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നവരെ ഈ സമരത്തിൽ നിന്ന് രാജ്യത്തെ യൂത്ത് കോൺഗ്രസ് ഒരിഞ്ച് പിന്മാറുകയില്ല എന്ന് ഈ സമരസ്ഥലത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്.